إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സമത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും എല്ലാറ്റിലുമുപരി മഹാത്യാഗത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ആദ്യമായി നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഈദാശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങൾ മാത്രമാണുള്ളത്. ആ രണ്ട് ആഘോഷങ്ങളും ത്യാഗത്തിന്റെ പിന്നിലൂടെയാണ് കടന്നു വരുന്നത്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ത്യാഗപൂർണമായ വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തിയിലാണ് നാം ഈദുൽ ഫിത്ർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതെങ്കിൽ പ്രവാചക ശൃംഖലയിലെ പ്രോജ്വലതാരം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായ ജീവിത സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാൾ നാം ആഘോഷിക്കുന്നത്. അല്ലാഹുവിന്റെ ഏകത്വം വിളംബരം ചെയ്തുകൊണ്ട് അവനെ പ്രകീർത്തിച്ചും അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും തക്ബീർ മുഴക്കിക്കൊണ്ടായിരിക്കണം ഈദിനെ വിശ്വാസികൾ വരവേൽക്കേണ്ടത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സൃഷ്ടാവായ അല്ലാഹുവാകുന്ന ഏറ്റവും വലിയവൻ, അവനല്ലാതെ ആരാധ്യനില്ല, അവനാകുന്ന സർവസ്തുതിക്കും എന്ന പ്രഖ്യാപനം മാനവിക ഐക്യത്തിന്റെ മഹത്തായ സന്ദേശമാണ്. മനുഷ്യരെല്ലാം ഒന്ന് എന്നുള്ള സത്യം ഉദ്ഘോഷിച്ചുകൊണ്ട് സമത്വ സുന്ദരമായ സാമൂഹിക ജീവിതത്തിന് കളമൊരുക്കുന്ന പ്രഖ്യാപനമത്രേ തക്ബീർ. സഹോദരങ്ങളെ, മഹാത്യാഗത്തിന്റെ
ഓർമ്മ പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. അതെ, ഏകനായ നാഥൻ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ അഗ്നിപരീക്ഷകൾ നേരിടേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ സ്മരണകൾ അയവിറക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹവും മറ്റു പ്രവാചകന്മാരും നടന്നുപോയ വഴിയിലൂടെ ചരിക്കാനും ചലിക്കാനും ഞാനും നിങ്ങളും തയ്യാറാണ് എന്നുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമാണ് ഈദുൽ അദ്ഹ. ബലിപ്പെരുന്നാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോടുള്ള ബന്ധം പുതുക്കലാണ്. സമൂഹത്തെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുകയും നയിക്കുകയും ചെയ്യുക എന്നുള്ള ശ്രമകരമായ ദൗത്യ നിർവഹണത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കുവാൻ ധരിക്കാൻ തയ്യാറായ ത്യാഗി വര്യനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വിശ്വാസികൾക്ക് ആ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ബി ഇബ്രാഹിം വല്ലദീന മഅഹു. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ബി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പ്രതിബന്ധങ്ങളെയും ഭീഷണികളെയും തൃണവൽക്കരിച്ച് ഒരു സമുദായം കണക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി പോരാടി. അഗ്നിപരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പതറാതെ തളരാതെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിന്റെ ഉന്നമനത്തിന് വേണ്ടി സർവ്വവും റബ്ബിന് സമർപ്പിച്ചു പോരാടുവാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പാതയിൽ ചരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 125-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. സൽവൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇർജുമാനസ്കനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാത പിൻപറ്റുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ മതക്കാരൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹാനായ ആ പ്രവാചകൻ തൗഹീദി സരണയിൽ അനുഭവിച്ച ത്യാഗത്തിന്റെയും വേദനയും ഓർമ്മകളാണ് ഈദുൽ അദ്ഹ നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തെ അദ്ദേഹം ഭയന്നില്ല. പൊന്നോമന മകൻ ഇസ്മായിലിനെ ബലിയെറിക്കണമെന്നുള്ള ദൈവീകമായ കൽപ്പനയുണ്ടായപ്പോ ആ മനസ്സ് പതറിയില്ല. മകനെയും ഭാര്യയെയും വിജനമായ മക്ക മരുഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിടറിയില്ല. എന്തുകൊണ്ട്? എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണെന്ന ബോധമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ മുന്നോട്ട് നയിച്ചത്. ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞ സന്ദർഭം, അസ്ലിം ഓ ഇബ്രാഹിം, നീ കീഴൊതുങ്ങണം. കാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായി അല്ലാഹുവിനിതാ ഞാൻ പരിപൂർണമായും കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹ്, എന്റെ ഉറ്റമിത്രം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വിശേഷിപ്പിച്ചത്. സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മാർഗമാണ് നമ്മുടെ മാർഗം. മില്ലത അബീകും ഇബ്രാഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ മാർഗം, നിങ്ങളുടെ ചര്യ, നിങ്ങളുടെ മില്ലത്ത്, നിങ്ങളുടെ പാത, അതേ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ പാതയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. ഖുൽ നബിയെ പ്രഖ്യാപിക്കുക, സദഖല്ലാഹ്, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു. എന്താണ് സത്യം? ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇർജുമാനസ്കനായ ഇബ്രാഹീമിന്റെ മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രികീൻ. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ഭക്തിയുള്ള, അനുസരണയുള്ള, ഇർജുമാനസ്കനായ ഒരു സമുദായമായിരുന്നു. അല്ലാഹു വിശേഷിപ്പിച്ചത് ഒരു വ്യക്തി എന്നല്ല. ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത് ഉമ്മത്ത്, ഒരു സമുദായം. ഒരു സമുദായം ചെയ്തു തീർക്കേണ്ട പ്രബോധന പ്രവർത്തനങ്ങളാണ്
ഒരു വ്യക്തി എന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തു തീർത്തത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മാകാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. യഹൂദികൾ പ്രഖ്യാപിക്കുന്നത് പോലെ ഇബ്രാഹിം നബി യഹൂദിയായിരുന്നില്ല. ക്രൈസ്തവർ പറയുന്നത് പോലെ ഇബ്രാഹിം നബി നസ്രാനി ക്രിസ്ത്യാനിയായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, ഇർജുമാനസ്കനായ മുസ്ലിമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികൾപ്പെട്ടവരായിരുന്നില്ല. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? സ്വകരങ്ങൾ കൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കി അത് അങ്ങാടിയിൽ പോയി വിറ്റ് ഉപജീവനം നടത്തുന്ന ആസറിന്റെ മകനായി ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മണ്ണ് കുഴച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിൽ ഒരിക്കൽ പിതാവിനോട് ചോദിച്ചു, പിതാവേ, നിങ്ങൾ എന്തിനെയാണ് ഉണ്ടാക്കുന്നത്? പിതാവിന്റെ മറുപടി, നമുക്ക് ആരാധിക്കാനുള്ള വിഗ്രഹങ്ങളാണ് കുഞ്ഞെ ഉണ്ടാക്കുന്നത്. ഇബ്രാഹിം നബിയോട് ചോദ്യം, ഇതിനെ ആരാധിക്കുന്നതിൽ നമുക്ക് എന്ത് ഗുണമാണുള്ളത്? ആസറിന്റെ മറുപടി, തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആപത്തുകൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഈ വിഗ്രഹങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആപത്തുകളെ തടുക്കാനുള്ള കഴിവ് ഈ വിഗ്രഹങ്ങൾക്കുണ്ടെന്നായിരുന്നു ബഹുദൈവ വിശ്വാസിയായ ആസർ മറുപടി പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിലും ഉണ്ടോ ഇല്ലേ എന്നറിയാത്ത കബറുകൾ കെട്ടിയുയർത്തിക്കൊണ്ട് മഹാന്മാരാകട്ടെ അല്ലാത്തവരാകട്ടെ അവരുടെ കബറുകൾ കെട്ടിയുയർത്തി അവിടെ പോയി നേർച്ചകളും പരിപാടികളും പ്രാർത്ഥനകളും നടത്തുന്ന ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ അവരോട് ചോദിച്ചാലും അവർക്കും പറയാനുള്ള മറുപടി ഇത് തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ ശവകുടീരങ്ങളിലേക്ക്, മക്ബറകളിലേക്ക് യാത്ര നടത്തുന്നത്, അവിടെ ചെല്ലുന്നത്, നേർച്ച അർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തിലെ ഒരു ഭാഗം ആളുകൾക്ക് പറയാനുള്ളത് ബഹുദൈവ വിശ്വാസിയായ ആസറിന്റെ മറുപടിയല്ലേ? ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാകുമ്പോ, വിപത്തുകൾ ഉണ്ടാകുമ്പോ ഈ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവിടെ പോയി നേർച്ച പരിപാടികൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ആപത്തുകളെ തടുക്കാനുള്ള കഴിവ് ഈ മഹാന്മാരായ ആളുകൾക്കുണ്ട് എന്നുള്ള മറുപടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ഇബ്രാഹിം നബിക്ക് കൊടുത്ത മറുപടിയ. ചരിത്രത്തിന്റെ തന്നെ ആവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഗ്രഹാരാധനക്കെതിരെ ഒരു വ്യാഴവട്ടക്കാല ശിർക്കിന്റെ കണ്ടകോടാലിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമുക്കറിയാം, വിഗ്രഹങ്ങളെ തകർത്തറിഞ്ഞ പ്രവാചകനാ. ആ പ്രവാചകൻ അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി ഇന്ന അവ്വല ബൈത്തിൻ ബുദഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട ഭവനമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പരിശുദ്ധമായ കഅബാലയം ആരാ നിർമ്മിച്ചത്? ഇബ്രാഹിം നബി. ആരാ ഇബ്രാഹിം നബി? വിഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞ പ്രവാചകൻ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിലേക്ക് വരുമ്പോ കാണുന്ന രംഗം, കഅബാലയത്തിന്റെ ഉള്ളിൽ 300 വിഗ്രഹങ്ങൾ. ആ കൂട്ടത്തിൽ കാണാം ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹം. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിന്റെ തനി ആവർത്തനം. ഏതൊരു ആദർശവുമായിട്ടാണോ ലോകത്തേക്ക് മഹാന്മാർ കടന്നു വന്നത്, അതേ ആദർശത്തിന് വിരുദ്ധമായി അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി ചോദിച്ചു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ സാധിക്കാത്ത, കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് ആരാധിക്കുന്നത്? എന്തായിരുന്നു ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ മറുപടി? ഖാല അറായിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലാ അർജുമന്നക വഖ്ദുനി മരിയ. ഈ വിഗ്രഹങ്ങളെ വേണ്ടത് വെക്കണമെന്നാണ് നീ പറയുന്നത്. ലാ അർജുമന്നക വഖ്ദുനി മരിയ, എന്റെ മുമ്പിൽ നിന്ന് നീ പോകുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു കൊന്നു കളയും. സഹോദരങ്ങളെ, മർദ്ദനങ്ങളും പീഡനങ്ങളും ഭയന്ന് തന്റെ വിശ്വാസ ആദർശങ്ങളെ അവഗണിക്കുന്ന ഭീരുവായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മർദ്ദനങ്ങൾ ഓരോന്നായി നേരിടേണ്ടി വന്നപ്പോഴും കല്ലിനെയും മണ്ണിനെയും മറ്റു വസ്തുക്കളെയും ആരാധിച്ച സമൂഹത്തിന്റെ മുമ്പിൽ അവയെ ആരാധിക്കുന്നതിനുള്ള നിസ്സഹായ അവസ്ഥ കൃത്യമായ തെളിവുകളോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, വിഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞു. അവർ ഒന്നുകൂടി ചോദിച്ചു, അല്ല ഇബ്രാഹിം, ആരാണ് ഈ വിഗ്രഹങ്ങളെ തകർത്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നോക്കൂ, ആ വലിയ മടുവുമായി, ആ മടുവ് കൊളുത്തി നിൽക്കുന്ന ആ വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ. അവർ ചോദിച്ചു, ഇബ്രാഹിം, അത് സംസാരിക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ? ഇബ്രാഹിം നബിയുടെ മറുപടി, അതല്ലേ ഞാനും പറഞ്ഞത്,
സംസാരിക്കാത്ത, കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത ഈ വിഗ്രഹത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നു, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, പക്ഷെ അവർ തലകുത്തനെ മറിഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ? നമുക്ക് ഇബ്രാഹീമിനെ തീക്കുണ്ടാരത്തിലിട്ട് കരിക്കണം, എന്നിട്ട് നമ്മുടെ വിഗ്രഹത്തെ നമുക്ക് സഹായിക്കാം. എന്തിനാ വിഗ്രഹത്തെ ആരാധിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ, വിപത്തുകൾ നേരിടുമ്പോൾ അതിനെ തടുക്കാൻ. അവർ പറഞ്ഞതോ, നമ്മുടെ വിഗ്രഹത്തെ സഹായിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമുക്ക് കൊന്നുകളയാം, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാം. സഹോദരങ്ങളെ, വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യത ആ ജനസമൂഹത്തിന് മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വ്യക്തമാക്കി കൊടുത്തു. സ്വയം രക്ഷകരായിരിക്കുവാനോ തങ്ങളെ തുണ്ടം തുണ്ടമാക്കിയവർക്കെതിരിൽ പ്രതികാര നടപടി എടുക്കുവാൻ സാധിക്കാത്ത, ഒന്നിനും കഴിവില്ലാത്ത ശിലാവിഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യൻ അല്ലാഹുവിന് പുറമെ അവയെ ആരാധിക്കുന്നതിലുള്ള, വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനുള്ള നിസ്സഹായാവസ്ഥ വിഗ്രഹദംസനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് സാധിച്ചു. സഹോദരങ്ങളെ, വിഗ്രഹങ്ങളെ തല്ലികുടച്ചതുകൊണ്ട് മാത്രം വിഗ്രഹാരാധന ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. മറിച്ച് മനുഷ്യന്റെ മനസ്സിലുള്ള 1000 വിഗ്രഹങ്ങളെ തകർത്തെറിയുവാനും ആ സ്ഥാനത്ത് ഏകനായ റബ്ബിനെ പ്രതിഷ്ഠിക്കുവാനും അതിൽ തിരഞ്ഞെടുക്കുന്ന മാർഗം യുക്തിഭദ്രമായിരിക്കണമെന്ന ഗുണപാഠമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ വിഗ്രഹദംസനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കാനുള്ള സമയമില്ല. ഒരു ഭാഗത്ത് ആൾ ദൈവങ്ങളുടെ അരങ്ങേറ്റം, മറുഭാഗത്തോ ശവകുടീര വ്യവസായം പൊടിപൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. പേരും പെരുമയ്ക്കും വേണ്ടി മാധ്യമങ്ങൾ, മീഡിയകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയാണ് ഏറെ പരിതാപകരം. അതെ, കബറുകൾ ഉണ്ടോ ഇല്ല എന്നറിയാത്ത ഒരുപാട് ശവകുടീരങ്ങളിൽ പോയി മുസ്ലിമത്തിലെ ഒരുപാട് ആളുകൾ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, വിശ്വാസ രംഗം ഈ വിധം ദുഷിച്ചു നാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകളെ പ്രപഞ്ചനാഥനായ റബ്ബിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത ഏറെ ഭാരിച്ചതാണെന്നും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗം യുക്തിഭദ്രമായിരിക്കണമെന്ന ഗുണപാഠം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമുക്ക് സമർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരിക്കൽ വളരെ ലോക്യത്തിൽ ജനങ്ങളെ വിളിച്ചു ഇബ്രാഹിം നബി ഒരു രാത്രി, ഒരു വേളയിൽ തൗഹീദിന്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കുകയാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ച ഒരു സമൂഹത്തിന്റെ മുന്നിൽ അതിനെ ആരാധിക്കുന്നുള്ള ബുദ്ധിശൂന്യത ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തു. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ ഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, അങ്ങനെ രാത്രി കടന്നു വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നക്ഷത്രത്തെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ റബ്ബി, ആ കാണുന്ന നക്ഷത്രമാണ് എന്റെ റബ്ബ്. അങ്ങനെ നക്ഷത്രം അസ്തമിച്ചു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിച്ചു പോകുന്നത് ഒന്ന് ദൈവമാകാൻ, ആരാധിക്കാൻ ഒരിക്കലും കഴിയില്ല. ഫലമ്മാ റഅൽ ഖമറ ബാസിഅൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ ഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലീൻ. അങ്ങനെ അതാ ചന്ദ്രൻ ഉദിച്ചു എന്നപ്പോൾ ആ ഉദിച്ചു എന്ന ചന്ദ്രനിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ഖാല ഹാദാ റബ്ബി, ആ കാണുന്ന ചന്ദ്രനാകുന്നു എന്റെ റബ്ബ്. ഫലമ്മാ ഫല, അങ്ങനെ ചന്ദ്രൻ അസ്തമിച്ചപ്പോ ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, എന്റെ റബ്ബ് എനിക്ക് മാർഗദർശനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലീൻ, ഈ പിഴച്ച ജനതയോടൊപ്പം ഞാനും പെട്ടുപോകുമായിരുന്നു. തീർന്നില്ല. ഫലമ്മാ റഅ ശംസ ബാസിഅതൻ ഖാല ഹാദാ റബ്ബി, അതെ, ആകാശത്ത് ആ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ഉദിച്ചുയർന്ന സൂര്യനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ഹാദാ റബ്ബി, ആ ഉദിച്ചുയർന്ന സൂര്യനാകുന്നു എന്റെ റബ്ബ്. ഹാദാ അക്ബർ, ഏറ്റവും വലിയ ദൈവം ആ സൂര്യനാകുന്നു. ഫലമ്മാ ഫലത്, അങ്ങനെ സൂര്യൻ അസ്തമിച്ചു പോയപ്പോ ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ,
ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാകുന്നു. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. ആകാശഭൂമികൾ സൃഷ്ടിച്ച റബ്ബിന്റെ നേർക്കിത ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദുമാനസ്കനായ മുസ്ലിമാൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. സഹോദരങ്ങളെ, മറ്റൊരിക്കൽ രാജാവിന്റെ അടുക്കലേക്ക് കയറി ചെന്നു. ഭരണത്തിന്റെ ചെങ്കോല് പിടിച്ചു വാങ്ങാനല്ല, രാജാവിന്റെ തൗഹീദ് പഠിപ്പിക്കാൻ. അവർ തമ്മിൽ നടന്ന സംഭാഷണം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി അല്ലദീ യുഹീ വ യുമീത് ഖാല അനാ ഉഹീ വ ഉമീത് ഖാല ഇബ്രാഹിം ഫഇന്ന അല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിത അല്ലദീ കഫറ. എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. നമ്രൂദ് പറഞ്ഞു, അനാ ഉഹീ വ ഉമീത്, എനിക്ക് ജീവിപ്പിക്കാനും മരിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, ഫഇന്ന അല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ്, എന്റെ റബ്ബ് കിഴക്കിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്. നിനക്ക് ധൈര്യമുണ്ടോ ആ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ? ഖുർആൻ പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബിയുടെ ചോദ്യത്തിന് മുമ്പിൽ നമ്രൂദ് ഉത്തരം പൊട്ടിപ്പോയി. പ്രിയമുള്ളവരെ, അത്ഭുത വിൽപ്പനയുമായി രംഗത്ത് വരുന്ന മനുഷ്യ ദൈവങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം. ബാബമാരും അമ്മമാരും വിശുദ്ധന്മാരും തങ്ങന്മാരും ശൈഖന്മാരും ബുദ്ധികുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളെ പോലും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അവർ കാണിക്കുന്ന നാലാംകിട ഇന്ദ്രജാലങ്ങൾക്ക് മുമ്പിൽ പ്രബോധകന്മാരായ നമുക്ക് ചോദിക്കാനുള്ളത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിനോട് ചോദിച്ച അതേ ചോദ്യമാണ്. പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അല്പം വ്യത്യാസം വരുത്താൻ ഈ മനുഷ്യ ദൈവങ്ങൾക്ക് സാധിക്കുമോ? അതേ പ്രിയപ്പെട്ടവരെ, നമ്രൂദ് ഉത്തരം മുട്ടിയ ചോദ്യത്തിന് മുന്നിൽ അഭിനവ നമ്രൂദുമാരും ഉത്തരം മുട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ അവസാനിപ്പിക്കുക. പെരുന്നാളാഘോഷം വേറെ സുഖാസാദനവും അമിതമായ ആഹ്ലാദവുമാകരുത്. അത് നമ്മൾ ത്യാഗബോധവും അർപ്പണബോധവും സമസൃഷ്ടി സ്നേഹവും വളരുവാൻ ഉതകുന്നതാകണം. നമുക്ക് ചുറ്റും വേദനിക്കുന്ന മനസ്സുകളോട്, സഹജീവികളോട് കനിവ് കാണിക്കുവാൻ പെരുന്നാളാഘോഷത്തിലൂടെ കഴിയണം. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യ സാഹോദര്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും മതത്തിന്റെ പേരിലുള്ള സ്പർശകളും സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഇല്ലാതാക്കി മതം മനുഷ്യനെ അടുപ്പിക്കാനല്ല അടുപ്പിക്കാനാണ് എന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്തിലെ മർദ്ദിത ജനകോടികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിൽ നമുക്ക് കഴിയണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സമൂഹം വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനിച്ച നാടിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾ, നമുക്കറിയാം അവിടുത്തെ കാഴ്ചകൾ, ഒസയിലെ കാഴ്ചകൾ ഏതൊരു മനുഷ്യന്റെയും കരള് കരിയിപ്പിക്കുന്ന രംഗങ്ങളാണ് ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഒസയുടെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസം അനുഭവപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഈ എല്ലാവിധ മോചനവും നൽകി അനുഗ്രഹിക്കണമേ. ശത്രുരാഷ്ട്രമായ ഇസ്രായേലിനെ അല്ലാഹുവേ തകർത്ത് തരിപ്പണമാക്കണമേ എന്ന് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഇസ്ലാം വിഭാവന ചെയ്യുന്ന വിശ്വ സാഹോദര്യത്തിന്റെ അത്യുത്കൃഷ്ട സന്ദേശമാണ് ഈദുൽ അദ്ഹ നൽകുന്നത്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സമത്വ സാഹോദര്യത്തിന്റെ ഉത്തമമായ മാതൃകയാണ് ഹജ്ജിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ, ദേശത്തിന്റെ, കുലമഹിമയുടെ പേരിൽ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് എല്ലാവിധമായ ഉച്ചനീതത്വങ്ങളെയും തകർത്തെറിയുന്ന ഒന്നാണ് ഹജ്ജ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി, ഭാഷാ വ്യത്യാസത്തിന് അതീതമായി ജനലക്ഷങ്ങളതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിളിക്കുത്തരം നൽകി അല്ലാഹുവിന്റെ ദാസന്മാരായി ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കൂട്ടം കൂട്ടമായി വന്ന് പരിശുദ്ധമായ മക്കയിൽ കഅബാലയത്തിന്റെ ചുറ്റിലും ഒരുമിച്ച് കൂടുകയാണ്. അവരുടെ രൂപം ഒന്ന്, അവരുടെ ഭാവം ഒന്ന്, അവരുടെ വസ്ത്രം ഒന്ന്, അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്യം ഒന്ന്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക മുൽകു ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല.
എന്ന പ്രഖ്യാപനം എല്ലാ ഹാജിമാരുടെയും നാവിലൂടെ പുറത്തേക്ക് വരുന്നത് ഒരേ ഒരു മന്ത്രധ്വനി മാത്രം. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിന്റെ അർത്ഥവും മഹത്വവും ഒരുമിച്ച് ദർശിക്കാൻ കഴിയുന്ന വേളയാണ് ഹജ്ജ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ആണിൽ നിന്ന് പെണ്ണിൽ നിന്നുമാണ്. പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് വർഗങ്ങളും ഗോത്രങ്ങളുമാക്കി വേർതിരിച്ചിരിക്കുന്നത്. നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തമൻ ഭയഭക്തിയുള്ളവനാണ് എന്ന ഖുർആനിന്റെ വ്യാഖ്യാനം, ഖുർആനിന്റെ വാക്യം ലോകത്ത് ഉയർന്നു കേൾക്കുന്ന വേളയാണ് ഹജ്ജ്. സയൻസവും ഫാസിസവും കൈകോർത്ത് നീങ്ങുന്ന അവഗണിക്കാൻ പാടില്ല. പരീക്ഷണങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇബ്രാഹിം നബിയുടെ ജീവിതമാണ്. സ്വന്തം പിതാവ് മുതൽ സമൂഹം മുഴുവനും എതിരായിട്ടും ഉറച്ച ദൈവവിശ്വാസം കൊണ്ട് അവയെല്ലാം മറികടക്കാൻ ഇബ്രാഹിം നബിക്ക് സാധിച്ചു. സമൂഹത്തിന്റെ പ്രാതിനിധ്യവും നിർഭയത്വവും തന്റെ വിശ്വാസത്തിന്റെ നിലനിൽപ്പും ലഭിക്കുക എന്നതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട പ്രതിസന്ധികൾ. സമൂഹത്തിന്റെ പ്രാതിനിധ്യം, നിർഭയത്വം, വിശ്വാസത്തിന്റെ നിലനിൽപ്പ്, ഇത് മൂന്നുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിട്ട പ്രതിസന്ധി. ഈ പ്രതിസന്ധികൾ തന്നെയാണ് ഇന്നും നമ്മൾ വിശ്വാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിഹാരം ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ പറയപ്പെട്ട 3 പ്രതിസന്ധികൾക്കുള്ള പരിഹാരം നിങ്ങൾക്ക് മുമ്പ് ഭൂമിയില് ആളുകൾക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാം, നിങ്ങൾക്ക് നിർഭയത്വം നൽകാം, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് എവിടെയും വിളിച്ചു പറയാനുള്ള അവസരമുണ്ടാക്കി തരാം. എന്തേ റബ്ബ് വെച്ച ഒരു ഡിമാൻഡ്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇബ്രാഹിം നബിക്ക് ലഭിച്ചതുപോലെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലാഹുവിന്റെ ഓരോ പരീക്ഷണങ്ങളിലും സർവ്വജ്ഞനായ റബ്ബിന് സർവവും സമർപ്പിച്ച് പൂർണ്ണ മുസ്ലിമാണ് എന്ന് താനെന്ന് തെളിയിച്ച, അങ്ങനെ അല്ലാഹുവിന്റെ ദൈവത്തോടരായി ഉറ്റമിത്രമായി തീർന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാതയാണ് നാം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാമുള്ള ശാശ്വത പരിഹാരമെന്ന വസ്തുതയുടെ തിരിച്ചറിവിന് ഈദുൽ അദ്ഹ നിമിത്തമാകേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇരുത്തവും ഇനി നടക്കാനിരിക്കുന്ന യൗമുൻ നഹർ എന്നാണ് ഈ ദിവസത്തിന്റെ പേര് തന്നെ, ബലിദിനം. ഇനി നടക്കാനിരിക്കുന്ന ബലികർമ്മത്തിലേക്കാണ് നമ്മളൊക്കെ നടന്നെടുക്കുന്നത്. അള്ളാഹു ആ ബലികർമ്മവും നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഉസയുടെ മണ്ണിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുന്ന ഉസയിലെ മക്കൾക്ക്, സഹോദരങ്ങൾക്ക് അള്ളാഹു എല്ലാ തരത്തിലുള്ള സഹായവും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഉസയുടെ ശത്രുക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ കരങ്ങളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته സഹോദരങ്ങളെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഈ ഈദ് മുസ്ലിം വിട്ടുപിരിയുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ലഭിക്കാതിരിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു സുന്നത്ത് പുണ്യകർമ്മം ഈദ്ഗാഹിലെ കളക്ഷനാണ് അതുകൊണ്ട് അതാരും മറക്കേണ്ടതില്ല എല്ലാവരും കഴിയുന്ന രൂപത്തിൽ ഈ ഒരു കളക്ഷനിൽ പങ്കാളികളാകണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു എല്ലാവരും തന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള ആ ഈദ് കളക്ഷനിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും.